ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകുകയാണ്. ബംഗ്ലാദേശ് ജയിലിൽ മരണം വരെ നിരാഹാരം ആരംഭിച്ച് ആചാര്യൻ ചിന്മയ് കൃഷ്ണദാസ്. നീതി നിഷേധത്തിനെതിരെയാണ് പ്രതിഷേധമെന്നും ലോകം മുഴുവൻ അനീതിക്കെതിരെ പ്രതികരിക്കണമെന്നും ഇസ്കോൺ ആവശ്യപ്പെട്ടു. ഹിന്ദു വംശഹത്യക്കെതിരെ സംസാരിച്ചതിന് ചിന്മയ് കൃഷ്ണദാസിനെ കഴിഞ്ഞ വർഷം നവംബറിലാണ് ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന് ധാക്കയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഇസ്കോൺ ആചാര്യൻ ചിന്മയ് കൃഷ്ണദാസ് മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു. ബംഗ്ലാദേശ് ഭരണകൂടത്തിന്റെ നീതി നിഷേധത്തിനെതിരെയാണ് ജയിലിലെ പ്രതിഷേധമെന്നും ലോകരാജ്യങ്ങൾ ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തണമെന്നും ഇസ്കോൺ കൊൽക്കത്ത വൈസ് പ്രസിഡന്റ് രാധാരാമൻ ദാസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തതിനാണ് കഴിഞ്ഞ വർഷം നവംബറിൽ ചിന്മയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തി ജയിലിൽ അടച്ചത്. അദ്ദേഹത്തിനു വേണ്ടി കോടതിയിൽ ഹാജരാകാനിരുന്ന അഭിഭാഷകനെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വീട്ടിൽ കയറി ക്രൂരമായി ആക്രമിച്ചിരുന്നു. നീതിന്യായ വ്യവസ്ഥകൾ അട്ടിമറിച്ചുകൊണ്ടാണ് ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവാചാര്യന്മാരെ ജയിലിൽ അടച്ചതെന്ന് ചൂണ്ടിക്കാട്ടി തലസ്ഥാന നഗരമായ ധാക്കയടക്കം വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധം അരങ്ങേറി. ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ തൊഴിൽ സംവരണ പ്രതിഷേധമാണ് ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്തുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഹിന്ദു വിരുദ്ധ കലാപമായി മാറിയത്. ജനം, ഡൽഹി.